നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കണ്ണൂർ മുന്നേറുന്നു. കിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. സൗജന്യ സർവീസ് പ്രഖ്യാപിച്ച KSRTC കലോത്സവത്തിന് എത്തിയവർക്ക് ആശ്വാസം. തടവറ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറഞ്ഞു വെച്ചത് പെരിയ കൊലക്കേസ് പ്രതികളെ സന്ദർശിച്ച് P. ജയരാജൻ. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ PV അൻവർ അറസ്റ്റിൽ. ലോകസമാധാനത്തിന് ഗാന്ധിമാർഗം ഔഷധം. മന്ത്രി കടന്നപ്പള്ളി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കഴിഞ്ഞ വർഷം കൊല്ലത്ത് വന്ന് കപ്പടിച്ച് കണ്ണൂർ ഇത്തവണയും മുന്നേറുന്നു. കോഴിക്കോടും പാലക്കാടും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് കഴിഞ്ഞ തവണ കണ്ണൂർ കപ്പുയർത്തിയത്. ഇത്തവണ പോയിന്റ് നിലയിൽ 1 പോയിന്റിന് ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് കണ്ണൂർ. 215 നേടി ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ 214 പോയിന്റുമായി തൃശ്ശൂരാണ് രണ്ടാം സ്ഥാനത്ത്. 213 പോയിന്റാണ് കോഴിക്കോടിന്. 117 പവന്റെ സ്വർണ്ണക്കപ്പിലാണ് എല്ലാവരുടെയും ശ്രദ്ധ. കലാപ്രതിഭ തിലകപ്പട്ടങ്ങൾ ഒഴിവാക്കിയതിന് പിന്നാലെ സ്വർണ്ണക്കപ്പാണ് താരം. 117 പവനിൽ തങ്കത്തിളക്കവുമായി താരങ്ങളെ കാത്തിരിക്കുന്ന കപ്പ് ഓവറോൾ ചാമ്പ്യന്മാർക്ക് നൽകാനുള്ള തീരുമാനത്തിന് പിന്നിൽ കവി വൈലോപ്പള്ളിയാണത്രേ. ഇതോടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഫിലിപ്പോസ് തോമസ് ഈ ആശയം ഏറ്റെടുത്തു. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രീകണ്ഠൻ നായരുടെ ഭാവനയിൽ ഏഷ്യയുടെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് ലഭിച്ചത് സ്വന്തം സ്വർണ്ണക്കപ്പ്. അങ്ങനെ മടക്കി വെച്ച പുസ്തകത്തിന് മുകളിലായി വളയിട്ട കയ്യിൽ ഉയർന്നു നിൽക്കുന്ന വലംപിരി ശങ്കുള്ള ആ സ്വർണ്ണക്കപ്പ് ഇത്തവണ ആര് കൊണ്ടുപോകുമെന്നതിന് പോരാട്ടം അതിശക്തമായി തുടരുകയാണ്. പെരിയ ഇരട്ടക്കൊല കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ച 5 പേരെ സന്ദർശിച്ചു P. ജയരാജൻ. പ്രതികളെ സന്ദർശിച്ചുവെന്നും കേരള മുസ്ലിം രാഷ്ട്രീയ ഇസ്ലാം എന്ന തന്റെ പുസ്തകം കൈമാറിയെന്നും ജയരാജൻ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തടവറകൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറഞ്ഞുവെച്ചതാണ്. തടവറ കാട്ടി പേടിപ്പിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും അത്തരം ശ്രമം വിജയിക്കില്ലെന്നും P. ജയരാജൻ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ എല്ലാം അവസാനിപ്പിക്കാനാണ് CPM ആഗ്രഹിക്കുന്നത്. എന്നാൽ ആഗ്രഹത്തിന് പരിവായി ഒട്ടേറെ ആക്രമണങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു. ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ കൊലപ്പെടുമ്പോൾ മാധ്യമങ്ങൾക്ക് വാർത്തയാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 8.5 വർഷക്കാലത്ത് പൊതുവെ വർഗീയ സംഘർഷങ്ങളും അക്രമ സംഭവങ്ങളും ഇല്ലാത്ത അന്തരീക്ഷത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. പക്ഷേ മാർക്സിസ്റ്റ് ജ്വര ബാധിച്ചുകൊണ്ട് പക്ഷപാതപരമായി മാധ്യമങ്ങൾ കാര്യങ്ങളെ കാണുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങളുടെ കോപ്പിരാട്ടിക്കൊണ്ടൊന്നും കമ്മ്യൂണിസ്റ്റുകാർ പേടിച്ചു പോവില്ല. CPMക്കാർ കൊല്ലപ്പെടേണ്ടവരാണെന്നാണോ ധാരണ? പല കോടതി വിധികളും ഉപരികോടതികളെ സമീപിച്ച് നിരപരാധികളാണെന്ന് പിന്നീട് തെളിഞ്ഞ സംഭവങ്ങളുമുണ്ട്. അതുപോലെ ഈ കേസിലും പോരാടുമെന്ന് പ്രതികൾ അറിയിച്ചിട്ടുണ്ട്. കേസിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് പ്രതികരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ടാണ് പെരിയ കേസിലെ 1 മുതൽ 8 വരെയുള്ള പ്രതികളെയും 10ാം പ്രതിയെയും കണ്ണൂരിലെത്തിച്ചത്. കേസിൽ 10 പ്രതികളെ ഇരട്ട ജീവപര്യത്തിൽ നിന്നും CPM നേതാവും മുൻ ഉദുമ MLAയുമായ KV കുഞ്ഞിരാമൻ അടക്കമുള്ള 4 പ്രതികളെ 5 വർഷത്തെ തടവിനുമാണ് കൊച്ചി CBI പ്രത്യേക കോടതി കഴിഞ്ഞ ദിവസം ശിക്ഷിച്ചത്. ഒരു വീട്ടിൽ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ DMK പ്രവർത്തകർ PV അൻവർ MLA അറസ്റ്റിൽ. അൻവറിൻ്റെ ഒതായിലെ വീട്ടിലെത്തിയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിലമ്പൂർ CI സുനിൽ പള്ളിക്കലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് PV അൻവറിൻ്റെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വൻ പോലീസ് സന്നാഹത്തോടെയാണ് പോലീസ് സംഘം അൻവറിൻ്റെ വീട്ടിലെത്തിയത്. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് DMK പ്രവർത്തകർ തകർത്ത സംഭവത്തിലാണ് പോലീസ് നടപടി. PV അൻവർ ഉൾപ്പെടെ 11ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ്. കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിലായിരുന്നു DMK പ്രവർത്തകർ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തിയത്. PV അൻവർ MLAയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതിഷേധക്കാർ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ഇന്ന് രാവിലെ അടിച്ചു തകർക്കുകയായിരുന്നു. സംസ്ഥാനത്ത് സ്കൂൾ കലോത്സവത്തിന് സൗജന്യ യാത്ര സൗകര്യമൊരുക്കി KSRTC. 10 ഇലക്ട്രിക് ബസ്സുകളാണ് കലോത്സവത്തിനായി സർവീസ് നടത്തുന്നത്. വിവിധ വേദികളിലെ ബന്ധിപ്പിച്ച് രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെയാണ് KSRTC ബസ് സർവീസ് നടത്തുന്നത്. വേദികളിൽ നിന്നും പുത്തരിക്കണ്ടം മൈതാനത്തെ ഭക്ഷണ കേന്ദ്രത്തിലേക്കാണ് പ്രധാനമായും ബസ് സർവീസ്. നെയ്യാറ്റിൻകര MLA K. ആൻലസിന്റെ നേതൃത്വത്തിൽ ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ ഇലക്ട്രിക് ബസ്സുകളുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. KSRTCയുടെ സർവീസുകൾക്ക് പുറമെ ജില്ലയിലെ സ്കൂൾ ബസ്സുകളും കലോത്സവത്തിന് സജ്ജീകരിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാത്രമാണ് ബസ് സർവീസുകൾ ഒരുക്കിയിരുന്നത്. എന്നാൽ ഈ കലോത്സവത്തിന് കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ അധ്യാപകർക്കും പരിശീലകർക്കും കാണികൾക്കും സൗജന്യ യാത്ര സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റിയുടെ കൺവീനറായ ഡോക്ടർ റോയ് ബി ജോൺ പറഞ്ഞു. കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനെ KSRTCയും ഗതാഗത വകുപ്പും നടത്തുന്ന പ്രവർത്തനങ്ങൾ സൗഹാർദ്ദപരമാണെന്നും
ഡോക്ടർ റോയ് ബി ജോൺ കൂട്ടിച്ചേർത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലയാളം കവിതാ രചനയിൽ KV മെസ്ന A ഗ്രേഡോടെ വിജയിച്ചു. കണ്ണൂർ ജില്ലയിലെ കുർമാത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ വർഷം കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും A ഗ്രേഡ് കരസ്ഥമാക്കിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം, മുല്ലനേഴി കാവ്യപ്രതിഭ പുരസ്കാരം, ഗാന്ധി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. കുർമാത്തൂരിലെ അധ്യാപകരായ KV മെസ്മറിന്റെയും KK ബീനയുടെയും മകളാണ്. ഹയർ സെക്കൻഡറി തിരുവതിര വിഭാഗത്തിൽ മലപ്പട്ടം AKS ഹയർ സെക്കൻഡറി സ്കൂൾ ടീം A ഗ്രേഡ് നേടി. അനുമോദനവും സിനിമാ പ്രദർശനവും നടത്തി. ബാങ്ക് ജീവനക്കാരുടെ കലാ സാംസ്കാരിക സംഘടനയായ ക്യൂബ് ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സമ്മേളനവും ചലച്ചിത്ര പ്രദർശനവും നടത്തി. സംസ്ഥാന സർക്കാരിന്റെ 2023 ഏറ്റവും മികച്ച സിനിമാ ഗ്രന്ഥത്തിനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ P പ്രേമചന്ദ്രൻ, അതേ വർഷത്തെ മികച്ച സഹനടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് അർഹരായ KC കൃഷ്ണൻ, 2024 PT ഭാസ്കര പണിക്കരുടെ പേരിലുള്ള മാധ്യമ പുരസ്കാരം നേടിയ ബാലകൃഷ്ണൻ കൊയ്യാൽ എന്നിവരെയാണ് അനുമോദിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും സംവിധായകൻ T ദീപേഷ് നിർവഹിച്ചു. ക്യൂബ് സെക്രട്ടറി KV പ്രശാന്ത്, P പ്രേമചന്ദ്രൻ, KC കൃഷ്ണൻ, ബാലകൃഷ്ണൻ കൊയ്യാൽ എന്നിവർ സംസാരിച്ചു. ഈയിടെ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്യാം ബെനഗൽ, MT വാസുദേവൻ നായർ, മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചിച്ചു കൊണ്ടാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. തുടർന്ന് ദീപേഷ് സംവിധാനം ചെയ്ത ജൈവം എന്ന സിനിമയുടെ ആദ്യ പ്രദർശനവും നടത്തി. FFSI അംഗം C മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഫിലിം സൊസൈറ്റി സെക്രട്ടറി KP രഘുനാഥൻ സ്വാഗതവും പ്രസിഡന്റ് P ഷീല നന്ദിയും പറഞ്ഞു. മട്ടന്നൂർ യൂണിവേഴ്സൽ കോളേജ് കലോത്സവം മജീഷ്യൻ പ്രശാന്ത് വേങ്ങാട് ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജിംഗ് പാർട്ണർ പ്രൊഫസർ PK ജഗന്നാഥൻ അധ്യക്ഷത വഹിച്ചു. CH മോഹൻദാസ്, മട്ടന്നൂർ ശശിധരൻ, കൃഷ്ണകുമാർ കണ്ണോത്ത്, OK പ്രഭുഷോപ്പ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ KK സുനിൽകുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി K രമേശ് നന്ദിയും പറഞ്ഞു. തുടർന്ന് മാജിക് ഷോയും കുട്ടികളുടെ വിവിധ പരിപാടികളും ഉണ്ടായി. ഒരു വീട്ടിൽ ഒരു പാലിയേറ്റീവ് വളണ്ടിയർ എന്ന പ്രഖ്യാപനത്തോടെ അമ്മയുടെ സാന്ത്വന പരിചരണ സന്ദേശ പോസ്റ്റർ പ്രചരണത്തിന് തുടക്കമായി. ഡോക്ടർ G കുമാരൻ നായർ UST ബാംഗ്ലൂർ മാനേജർ ശ്രീ സജിൻ ദാസ് കേക്ക് നൽകി പ്രകാശനം ചെയ്തു. സന്തോഷ് കുമാർ, TM രജിഷ, CK പ്രജേഷ്, കൊയ്ത്തി തുടങ്ങിയവർ സംബന്ധിച്ചു. അശാന്തി നിറഞ്ഞ ലോകത്തിന് സമാധാനം കൈവരിക്കാൻ ഗാന്ധി മാർഗമാണ് ഔഷധമെന്നും ലോകം ഗാന്ധിജിയിലേക്ക് തിരിച്ചു പോകുകയാണെന്ന് പുരാവസ്തു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അഭിപ്രായപ്പെട്ടു. ലോക സമാധാന മാർച്ച് ഈ ദിശയിൽ അർത്ഥവും പ്രതീക്ഷ നിർഭരവുമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മൂന്നാം ലോക സമാധാന മാർച്ച് കോസ്റ്റോറിക്കയിൽ സമാപിക്കുന്നതിന്റെ ഭാഗമായി വേൾഡ് വിത്തൗട്ട് ഓവർ നോൺ വയലൻസ് എന്ന ആഗോള സംഘടനയുടെ കണ്ണൂർ ടീം മലബാർ ചേംബറിൽ നടത്തിയ സമാധാന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സമാധാന പ്രവർത്തകനും ഗാന്ധിയനുമായ TPR നാഥ് അധ്യക്ഷത വഹിച്ചു. AP മത്തായി അഹിംസാ സന്ദേശം നൽകി. സംസ്ഥാന കോർഡിനേറ്റർ പ്രദീപൻ മഠത്തിൽ, ജില്ലാ ചെയർമാൻ PK പ്രേമരാജൻ, ശൗര്യ ചക്ര റിട്ടയർഡ് സുബേദാർ PV മനേഷ്, KP രവീന്ദ്രൻ, ഡോക്ടർ ചാൾസൻ ഏരിമല, K രാജീവൻ, K ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. ലോക സമാധാനത്തിനായി നീന്തൽ യജ്ഞം നടത്തിയ ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി അംഗങ്ങളെ മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച സതീശൻ പാച്ചേനിയുടെ ജീവിതം ഒഴുക്കിനെതിരെയുള്ള നീന്തലായിരുന്നുവെന്നും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പല ഘട്ടങ്ങളിലും പ്രതിസന്ധികളെ അതിജീവിച്ച നേതാവാണെന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് അഭിപ്രായപ്പെട്ടു. സതീശൻ പാച്ചേനിയുടെ 57ാം പിറന്നാൾ ദിനത്തിൽ ശ്രീനാരായണ വിദ്യാലയത്തിലെ ഗാന്ധി മാവിൻ ചുവട്ടിൽ നടന്ന സുഹൃത്ത് സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. K ജയരാജ്, M നാരായണൻകുട്ടി, MP ഉണ്ണികൃഷ്ണൻ, DCC ജനറൽ സെക്രട്ടറിമാരായ MK രാജൻ, AP നാരായണൻ, രജിത് നാറാത്ത്, KC ഗണേശൻ, P ലളിത ടീച്ചർ, T ഭരതൻ, അഡ്വക്കേറ്റ് TK ഗോപിനാഥ്, VC നാരായണൻ, പ്രൊഫസർ പ്രജിത ടീച്ചർ എന്നിവർ സംസാരിച്ചു. സതീശൻ പാച്ചേനിയുടെ ഭാര്യയും മക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ചടങ്ങിൽ ജോയി വിലന്താനം നന്ദി പറഞ്ഞു. പുഷ്പാർച്ചനയ്ക്ക് VM പീതാംബരൻ, KP മോഹനൻ, PV സുരേന്ദ്രൻ, ശശിധരൻ മാസ്റ്റർ, EP ശ്യാമള, C പൂമണി, പ്രിയ PV, പ്രശാന്ത് കോറോം, KT ഹരീഷ്, ആകാശ് ഭാസ്കരൻ, അർഷാദ് കവായി എന്നിവർ നേതൃത്വം നൽകി.
CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പട്ടുവത്ത് വെച്ച് വർഗീയതയുടെ വർത്തമാനവും കേരള സമൂഹം എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. MV നികേഷ് കുമാർ, K. സന്തോഷ്, T. ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. N. അനൂപ് അധ്യക്ഷനായി. TV. പ്രേമൻ സ്വാഗതം പറഞ്ഞു. 25-26 തീയതികളിൽ പയ്യന്നൂർ വെച്ച് നടക്കുന്ന KSTA ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം TI മധുസൂദൻ MLA നിർവഹിച്ചു. AK ബീന, KC മഹേഷ്, K. രജില, KC സുനിൽ, K. പ്രകാശൻ, PK ബിന്ദു, PV വിനോദ് കുമാർ, PV സുരേന്ദ്രൻ, K. ഭരതൻ, KR വിനോദ്, E. സുരേഷൻ, KV ശ്രീലത എന്നിവർ സംസാരിച്ചു. KSTA ജില്ലാ സെക്രട്ടറി K. ശശീന്ദ്രൻ സ്വാഗതവും K. രാജീവൻ നന്ദിയും പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.